ജഗദീഷ് ശ്രീകുമാറിൻ്റെ മലയാളത്തിലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് ജഗദീഷ് ശ്രീകുമാർ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ ഡയലോഗ് ഉണ്ട്, വളരെ രസകരമായ ഡയലോഗാണ്. അതെ, ഈ ഡയലോഗ് നമ്മൾ കേട്ടാൽ ആരാണ് അറിയാതെയെങ്കിലും ഒന്ന് ചിരിച്ചു പോകാതിരിക്കുന്നത്? എന്തിനിപ്പോൾ ഈ ഡയലോഗ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചു എന്നല്ലേ? ഇപ്പോൾ അത് അതേപോലെ ഡയലോഗ് നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു പ്രമുഖനായ നേതാവ് പറഞ്ഞു, ഇത് എൻ്റെ ആത്മകഥയല്ല, എൻ്റെ ആത്മകഥ ഇങ്ങനെ ഇരിക്കില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാണ്? EP ജയരാജൻ. EP ജയരാജൻ തൻ്റെ ആത്മകഥ ഇപ്പോൾ പുറത്തു വന്നു. അതും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം, പോളിംഗ് ദിവസം രാവിലെ ഉണരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ കേട്ടത് EP ജയരാജൻ്റെ ആത്മകഥയും ആത്മകഥയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളും പാർട്ടിക്ക് ഉപകാരപ്പെടുന്നതല്ലാത്ത, അതായത് പാർട്ടിക്ക് ദോഷമാകുന്ന ചില വിവരണങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അത് ഇപ്പോൾ ജയരാജൻ അറിഞ്ഞുകൊണ്ട് ഉടനെ തന്നെ വന്നിട്ട് ഞാനതല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എൻ്റെ ആത്മകഥ ഇങ്ങനെ ഇരിക്കില്ല, നമ്മുടെ ജഗതി പറയുന്നത് പോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവം ആകെ കത്തിപ്പിടിക്കുകയാണ്. പുസ്തകത്തിൻ്റെ പേര് തന്നെ കത്തിക്കയറാൻ കട്ടൻ ചായയും പരിപ്പടയും എന്ന തരത്തിലാണ് ആ പുസ്തകത്തിൻ്റെ പേര് പോലും വരുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആത്മകഥ എന്നൊക്കെ തരത്തിലാണ്. അപ്പോൾ ആ പുസ്തകം വരുന്നതിന് മുമ്പ് തന്നെ പുസ്തകത്തെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു. ഇതാ P ജയരാജനെ മറിക്കാൻ വേണ്ടിയിട്ട് EP ജയരാജൻ ഒരു പുസ്തകം എഴുതുന്ന തരത്തിലുള്ള ചില ചർച്ചകളും പലയിടത്തും വന്നിരുന്നുണ്ട്. എന്തായാലും ഈ ജയരാജന്മാരിപ്പോൾ പുസ്തകം എഴുതുന്നതിൻ്റെ ബഹളത്തിലാണ്. പാർട്ടി പ്രവർത്തനത്തോടൊപ്പം EP ജയരാജനാണെങ്കിൽ ഇപ്പോൾ വലിയ പണിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുകയാണ്. ആകെ ഉണ്ടായിരുന്ന ഒരു പണിയെന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നുള്ള സ്ഥാനമാണ്. പക്ഷേ ഇപ്പോൾ ആ സ്ഥാനവും അദ്ദേഹത്തിന് ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ സുഖമായിട്ട് എഴുതുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇന്ന് അങ്ങനെയാണ്, തൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ പുറംചട്ടകൾ, അതായത് EMSുമായിട്ട് EP ജയരാജൻ ഇരിക്കുന്ന പുസ്തകത്തിൻ്റെ പുറംചട്ടയാണ് പുറത്തു വന്നത്. അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ പല പേജുകളും പുറത്തു വന്നു, പേജിലെ വിശദാംശങ്ങളും പുറത്തു വന്നു. അങ്ങനെ പല കാര്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു. പുറത്തു വന്ന കാര്യങ്ങളല്ല ഇന്ന് പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അതായത് ഇന്ന് ഒരു തെരഞ്ഞെടുപ്പിനെ ഇടതുമുന്നണിയും CPMഉം നേരിടുമ്പോൾ ആ CPMന് അപകടകരമാകുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ അല്ലെങ്കിൽ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. അത് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായ CPMൻ്റെ സ്ഥാനാർത്ഥിയായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഡോക്ടർ P സരനെ കുറിച്ച് പോലും, സരൻ ഒരു അവസരവാദിയാണെന്നും സരനെ പെട്ടെന്ന് CPM കൊണ്ടുവന്നത് വളരെ അപകടകരമാണെന്നും പല സ്വതന്ത്രന്മാരെയും നമ്മൾ പരീക്ഷിച്ചതാണ്, പക്ഷേ സ്വതന്ത്രന്മാർ എല്ലായ്പ്പോഴും ഗുണമാവണമെന്നില്ല, PV അൻവർ നമ്മുടെ മുന്നിൽ വലിയൊരു ഉത്തമമായിട്ടും അതല്ലെങ്കിൽ ഒരു ഉദാഹരണമായിട്ടും നമ്മുടെ മുന്നിലുണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിൽ അവസാനത്തെ കാര്യങ്ങൾ പോലും പുറത്തു വരുന്ന തരത്തിൽ എഴുതി പുറത്തു വരുന്ന തരത്തിലാണ് വന്നത്. എന്നാൽ ജയരാജൻ പറഞ്ഞു, ഞാൻ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ, ഞാൻ അങ്ങനെ ഇത് പുറത്തു വന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പുറത്ത് കൊടുക്കാൻ ഇന്ന് എൻ്റെ പുസ്തകം പുറത്തു വരുമെന്ന് പറയുന്നു. പക്ഷേ ഇന്ന് പുറത്തു വരുന്ന കാര്യത്തിലൊന്നും ഞങ്ങൾ തമ്മിൽ ഒരു പ്രസാദം ഞാനും തമ്മിൽ അങ്ങനെ ഒരു ധാരണ ഒന്നും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത്. എന്തായാലും EP ജയരാജൻ വിഷയം ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ജാവ്ദേക്കറെ ഞാൻ കണ്ടിരുന്നു, ഞാൻ മകൻ്റെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു എന്ന് പോളിംഗ് ദിവസം രാവിലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞു. അത് വലിയൊരു വിഷയമായി, വലിയ ചർച്ചയായി. അവസാനം അത് ഇടതുമുന്നണിക്ക് അപകടകരമായി, ദോഷമായി എന്നാണ് പിന്നെ പാർട്ടിയുടെ വിലയിരുത്തൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയരാജൻ്റെ പുസ്തകം ഈ പോളിംഗ് ദിവസം രാവിലെ, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പോളിംഗ് ദിവസം രാവിലെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ജയരാജൻ ജഗതി പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞു, ഇത് എൻ്റെ ആത്മകഥയല്ല, എൻ്റെ ആത്മകഥ ഇങ്ങനെ ഇരിക്കില്ല എന്നും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വരാം, നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്.